പറ്റും, പാട്ട് വെക്കാൻ പറ്റും. പറഞ്ഞോടാ. ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. Yo, what's up, I'm Salih here. Welcome back to my channel. Shakir my channel, Mallu traveler. അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് 35 ലക്ഷം രൂപയുടെ ബൈക്കിലാണ്. അല്ല, ക്യാഷ് നമ്മൾ 35 ലക്ഷം കൊടുത്ത് ഞാൻ പറയുന്നതാണ്. കാരണം ചില്ലറല്ല കേസ്, 35 ലക്ഷം രൂപ. അല്ല, എന്നാൽ അതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 35. പിന്നെ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ വണ്ടി ഇല്ല. അപ്പൊ എങ്ങനെ പോയാലും നാട്ടായിരുന്നു കേസ്. ഞാൻ ഇപ്പൊ വണ്ടി കണ്ടിട്ട്, പക്ഷെ അപ്പോൾ അത് ഉള്ളോട്ട് കയറി വരുന്നത്, അതുകൊണ്ട് ഞാൻ മൊത്തമായിട്ട് കണ്ടിട്ടില്ല. സോ എന്റെ ചാനൽ എന്തായാലും വണ്ടിന്റെ വീഡിയോ ഞാൻ നോക്കട്ടെ കേസ്. എനിക്കൊന്ന് റൈഡ് ചെയ്ത് നോക്കണം. നീ ഇവൻ റൈഡ് ചെയ്യും. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത് ഡൂഡിന്റെ വീട്ടിലത്തെ വിശേഷങ്ങളാണ്. ട്രാവൽ വീഡിയോ അല്ല, ഡൂഡും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും സ്കിപ്പ് ചെയ്താ പോയി ഗൈസ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഗൈസ്. ലെറ്റ്സ് ഗോ. നമസ്കാരം എല്ലാവർക്കും. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്ത് MG റോഡിൽ ഇങ്ങനെ കയറി പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം അൺബോക്സിങ് ഡൂഡുണ്ട്. അൺബോക്സിങ് ഡൂഡിന്റെ വീട്ടിലേക്കാട്ടെ ഞാൻ പോകുന്നത്. അപ്പോൾ പിന്നെ കാരണം വേറൊന്നുമല്ല, ഞാൻ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ അനിയനാണ്. ഇപ്പോൾ ഇടയ്ക്ക് വന്നാലൊക്കെ ഞാൻ അവനെ കാണാനൊക്കെ പോകാറുണ്ട്. ഇത്തവണ കാണാൻ പറ്റിയിട്ടില്ല. ഞാനതിൽ വണ്ടി എടുത്തിട്ട് ഇവിടെ ഉണ്ട്. രാത്രി ഉദ്ദേശിച്ച് നാട്ടിലോട്ട് പോകുന്നു. അപ്പോൾ അതിൽ അവനെയും കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് നല്ല വീടല്ലേ അവൻ്റെ വീട്ടിലേക്ക്. അവിടെ പോയിട്ട് അവനെ കാണാം, എന്നിട്ട് അവൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. നമുക്ക് എൻ്റെ ചെറിയ വീഡിയോ ഒക്കെ എടുക്കാം. അതല്ലേ നല്ലത്. Do this every day, and I'm still so amazed by you. So hold me tight. അപ്പം നമ്മളിവിടെ എത്തി. വണ്ടി ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ചങ്ങായിൻ്റെ വീട് കേട്ടോ. പുറത്തേക്ക് പോടാ, ഒളിച്ചിരിക്കാണ്ട് പുറത്തേക്ക് പോടാ. ഓ, അൺബോക്സിങ് വീടിൻ്റെ വീടിൻ്റെ അറിയാൻ തന്നെ അൺബോക്സ് ചെയ്ത ബോക്സ് കണ്ടത്. പേര് പോലെ തന്നെ അൺബോക്സ് ഉണ്ട് കേട്ടോ. എടുത്തു ആരുമില്ലേ? ഭയങ്കര മൊഞ്ചാക്കോടെ പോയിട്ട് മോളെ. ഈ വീടിനുള്ളിൽ ശരിക്കും ഞാൻ രണ്ടാമത്തെ തവണ വരുന്നത്. ഫുള്ള് സ്റ്റുഡിയോ സെറ്റപ്പാ, കംപ്ലീറ്റ് ലൈറ്റാണ്. നമുക്ക് എവിടെ വേണം നമുക്ക് ലൈറ്റ് കിട്ടും. തുറക്കടാ അൺബോക്സ്. ഹലോ, വാട്ട് ഈസ് അപ്പ് ഗൈസ്? എന്തുണ്ട് രണ്ടുപേരും? ലൈറ്റ് ഒക്കെ വെക്ക്. ഇതിന്റെ ഉള്ളിൽ ഭയങ്കര ഇടായോണ്ട് അങ്ങോട്ട് തരണം. ഇപ്പൊ കുറച്ച് മൊഞ്ചിലാണ് നമുക്ക് ലൈറ്റ്. ഞാൻ വെളുത്തിട്ടാണ് നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ മൊത്തം ഡാർക്ക് ആവും. അല്ല, ഒന്നും കാണില്ല. ഞങ്ങൾ സാധാരണ വ്ലോഗ് ചെയ്യുമ്പോഴേ നമുക്ക് ഡിസ്പ്ലേനെ വലുതായി കാണാലോ. പക്ഷെ ഇതില് എന്താ പറയാ, കാണും. എങ്ങനെയാ എനിക്ക് ഡബിൾ സ്ക്രീൻ. ഓ മാൻ, ആകെ ഇത്രേ ഉള്ളതേ. ഞാൻ നിന്ന് എന്റെ പകുതി. നല്ല പൊക്കുണ്ട്. അപ്പൊ വരട്ടെ. എന്തുള്ള ചില്ലി ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി എന്തുള്ള നമ്മളെ എടുത്തിട്ട് പോവാ. ബിരിയാണി, സോ മെനി ഓഫ് ബിരിയാണീസ് ഉണ്ട്. അത് ക്ലിയർ ആവില്ല കേട്ടോ, അവിടെ ലൈറ്റ് ഉണ്ടായിട്ടാ. ഏത് വീഡിയോ? ഇത് നല്ല ക്ലിയർ ഉണ്ട്. നല്ല ക്ലിയർ ഉണ്ട്. ഡോണ്ട് വറി. ഇത് 4K. ഡോണ്ട് വറി. നമ്മൾ ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ദ GoPro Hero 9. നിങ്ങൾ പറഞ്ഞോടൊന്ന് ഫുൾ ജാക്കറ്റ് തന്നെ രണ്ടാളും. ചൂട് നടക്കുന്നില്ല. മണാലി പോയിട്ടുണ്ടല്ലോ കാണുമ്പോ രണ്ടെണ്ണത്തിന്റെയും. അല്ല എന്നാലും പിന്നെ മണാലി പോകുന്നുണ്ട് രണ്ടാൾ കാണുമ്പോ, ജാക്കറ്റിലും കാണുമ്പോ. ഗൈസ് അങ്ങനെ ഇത് നമ്മുടെ ഡൂഡി. ബാക്ക്ഗ്രൗണ്ടിലുള്ളത് ഡൂഡിന്റെ ഉമ്മ. എനിക്ക് നല്ല അടിപൊളി ഇതേ നല്ല ചെറുനാരങ്ങ വെള്ളം തന്നെ അല്ലേ? ഇവിടെ നിന്ന് ഉണ്ടാക്കിയ ലൈവ്, കോഴിക്കോട് ലൈവ്. പിന്നെ വേറെ ഞങ്ങൾ വണ്ടി കറക്റ്റ് കണ്ടില്ല കേട്ടോ. ഇങ്ങോട്ട് തന്നെ കേറി പോകുന്ന വണ്ടി സൗണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം സാധാരണ വണ്ടി അയ്യോ ഒരു കാര്യം കൂടിയാ. ഇവന്റെ വീഡിയോ കണ്ടിട്ട് എന്റെ പുറക്ക് ഒരു 2 മരുമക്കളും ആസിയും വേറെ വീട് ഇരുന്ന് കാണലോടി. പപ്പാ ഡൂഡ് പൂച്ചനെ വാങ്ങി, പപ്പാ 2 പൂച്ചനെ വാങ്ങിക്കൊണ്ടിട്ട് പുറക്ക്. 2 പൂച്ച വാങ്ങിയോ? ആടോ. അപ്പൊ ഞാൻ കാരണം ബിസിനസ് വർക്കാന്ന് കണ്ടില്ലേ? ഷാക്കിർ ഭായിന്റെ ക്യാഷ് പോകുന്ന കണ്ടില്ലേ?
പോക്കറും പത്തും എന്റെ വീഡിയോ കണ്ടില്ലേ, പോക്കറും പത്തും ഇവന്റെ കണ്ടിട്ട് വാങ്ങിയതാ. കണ്ടില്ല മക്കള് നന്നായി. കഴിഞ്ഞ ദിവസത്തെ ഇവള് എന്തോ ഒരു കാര്യത്തിന് ഹോസ്പിറ്റലാന്ന് പറഞ്ഞേരം കൂട്ടക്കറിച്ച് ഡൂഡി ഹോസ്പിറ്റലിൽ പോലും നമുക്ക് തിന്നാണെന്ന് വേണ്ട. അവിടെ മക്കള് ഭയങ്കര അറ്റാച്ചോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയാ യങ്ങസ്റ്റ് ഫാൻസ് ഉള്ള യൂട്യൂബർ ഇവനാണ്. അക്കാലത്ത് യാതൊരു തർക്കം. അതും അത്രക്കും ഹാർഡ് കോർ ഫാൻസ് ആട്ടോ. ഫാൻസ് എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു 10-15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട്. അപ്പം ഇപ്പോഴും ഞാൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറക്കുന്ന മരുമക്കൾ ഒരു നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ അറിയും. അത് ശരിക്കും നല്ലൊരു ഭാഗ്യമാണ്. എനിക്കാകെ 16 കോലം കണ്ട 16 വയസ്സ് കിട്ടും. അപ്പം എന്താ പറയാ, നമ്മുടെ സ്വന്തം ഡ്യൂഡ് എങ്ങനെ എത്ര കിലോനാ? 50 കിലോനാ? എത്ര കിലോ ഉണ്ട്? 50 കിലോനാ? 50 ഉണ്ടാ? 30 കിലോ വെയിറ്റുള്ള ഡൂഡ്, 40 കിലോ വെയിറ്റുള്ള ഡൂഡും 42 വെയിറ്റുള്ള ഡൂഡിയും കൂടി 400 കിലോ വെയിറ്റുള്ള വണ്ടിയും കൂടെ കയറാൻ മതി. ആരുകളാ? ഹലോ, റെക്കോർഡായി. നരകത്തിൽ പോണ്ട, നരകത്തിൽ വിറകുള്ളി വേണ്ട വിട്ടേ. അപ്പൊ ഇവർ രണ്ടാളും കൂടി ഇന്ന് നമ്മുടെ 400 കിലോ വെയിറ്റുള്ള വണ്ടിയിലാണ് കയറുന്നത്. എന്റെ മോനെ കയറി നോക്കിയാ നീ ഓടിച്ചു നോക്കിയാ. സൈഡ് സ്റ്റാൻഡ് ജസ്റ്റ് മുമ്പോട്ടൊക്കെ നീ വണ്ടി സൈഡ് സ്റ്റാൻഡ് ഇട്ട് ഫസ്റ്റ് ഇതാ അങ്ങനെ സൈഡ് സ്റ്റാൻഡ് ബാക്കോട്ട് ഫസ്റ്റിലിട്ട് താഴോട്ടേക്ക്. എന്നിട്ട് സാധാരണ നീ വിചാരിച്ചു ഹോണ്ട ആക്റ്റീവ് ആണെന്ന് വിചാരിച്ച് ഓടിച്ചാൽ മതി. ഗിയറിൽ ഹോണ്ട ആക്റ്റീവ് ഓടിച്ചോ. നീ നേരത്തോടെ പോയിട്ടോ, നേരെ ഓക്കെ പോട്ടെ ക്ലച്ച് പോയിട്ടോ. പിന്നെ ഈസിയാണ്, പോട്ടെ. ആക്സിഡന്റ് കൊടുക്കടാ. ചെറിയൊരു പേടിയായിട്ടാണ്. വണ്ടി വീണാ നീ കല്ലി വല്ലി എന്ത് സ്ക്രാച്ചല്ല ഞാൻ നന്നായിക്കോളൂ. നീ ധൈര്യത്തോടെ ഓട്ടീൻ്റെ പുതിയ ഇറക്കടാ. ആക്സിഡന്റ് കൊടുത്താ സ്പീഡിൽ വണ്ടി പോയി കൊടുത്ത് മൂവ് ആയിക്കോ, സ്പീഡായിക്കോ, പോട്ടെ. അത്രയുള്ള പരിപാടി. പോയി ഓടിച്ചിട്ട് റൗണ്ട് ആക്കിയിട്ട് വാ. ഏട്ടേ നമ്മുടെ ചെക്കൻ വണ്ടി ഓടിക്കുന്നുണ്ട്. അതത്രയില്ല കേട്ടോ. ആഗ്രഹങ്ങളെ നമ്മൾ തീർത്ത് വിട്ടേക്കണം. വണ്ടിയെല്ലാം കല്ലി വല്ലി വീണ നമ്മളാദ്യം നമ്മളൊന്ന് റീപെയിൻ ചെയ്ത് വണ്ടി സെറ്റാക്കി എടുക്കും. അതൊന്നും വിഷയമല്ല. അടുത്ത എനിക്ക് ഓടിക്കണ്ട നമ്മളെ. നീ ഓരോ ബേക്കിൽ ഇരുന്ന് ഒരു ട്രിപ്പ് പോയിട്ടാ. വണ്ടി നീ ബേക്കിൽ നോക്കി, നീ ബേക്കിൽ നിന്നിട്ട് ക്യാമറ ഓഫ് ആക്കിയിട്ട് നീ പാട്ടും കേട്ട് പോയി നോക്കി റൗണ്ട് എടുത്ത്. നീ ഇങ്ങനെ റൗണ്ട് ആയിക്കോ. നമ്മള് വീട് ഇങ്ങനെ എടുത്തോളൂ. ഒരു ഹായ് ഒക്കെ പറഞ്ഞു ഇനി ഒരു കൈ വിട്ട് ഹായ് ഒക്കെ പറഞ്ഞോ. ഒരു കൈ വിട്ട് ഹായ് ഒക്കെ പറഞ്ഞേ പറഞ്ഞോടാ. കുഴപ്പമില്ല വിട്ടെ. അത് വിഷയം വിട്ടെ. നമുക്ക് അങ്ങനെ ഒന്നും ബുക്ക് ചെയ്യാൻ പൊങ്ങൂല. അൺബോക്സിലൂടെ എന്റെ വണ്ടി ചാടിയേ. അയ്യോ എന്റെ വണ്ടി ചാടിയേ. എന്റെ വണ്ടി അൺബോക്സിലൂടെ ചാടിയേ. അൺബോക്സിലൂടെ എന്റെ വണ്ടി ചാടിയേ. അത് പൊക്ക വിഷയമില്ല. വണ്ടി സപ്പോസ് വണ്ടി വീണു. ഇപ്പൊ നമ്മുടെ വണ്ടി ഇങ്ങനെ വീണു. അപ്പൊ നമ്മൾ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? നമ്മൾ വളരെ കൂളായിട്ട് നിന്നിട്ട് ചാവിയൊക്കെ ഓഫ് ആക്കുക, അല്ലെങ്കിൽ ബാറ്ററി ഓണോ. പിന്നെ ഇങ്ങനത്തെ വണ്ടി പൊക്കാൻ ഇവിടെ വെച്ചിട്ട് ആദ്യം നമ്മുടെ ബാക്കിൽ നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഇടണം, അല്ലെങ്കിൽ വണ്ടി സൈഡ് സ്റ്റാൻഡ് അങ്ങോട്ടേക്ക് ഊരി ഈ ബ്രേക്ക് പിടിച്ചിട്ട് ഈ സാധനം കണ്ടോ നമ്മൾ ട്രൈ ചെയ്യാം. നമുക്ക് ട്രൈ ചെയ്തിട്ടായില്ലെങ്കിൽ പിന്നെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ വണ്ടിക്ക് ക്രാഷ് കാർഡ് ഉണ്ടാവില്ല. ഇവിടെ ഒരു സാധനം വരുന്നുണ്ട്, അതുപോലെ ഇത് വരുന്നുണ്ട്. ഇതിന്റെ രണ്ടിനോടങ്ങ് താങ്ങിക്കോളും. പിന്നെ ഇവനെ ഇവിടെ കൊണ്ട് തട്ടിയിട്ട് ഇവിടെ സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട്. എളുപ്പം വന്നിട്ട് നീണ്ട ക്യാമറ ഇങ്ങനെ ഒന്നും വിഷയല്ലടാ. നീ വേണം ഒന്നും കൂടെ ഓടിച്ചിട്ടോ പോ. നീ ഒരു റൗണ്ട് കൂടെ പോയിട്ടാ. ഒരു പ്രാവശ്യം വീണാലേ പഠിക്കൂ. അങ്ങനെ പറയലടാ, വീണാലേ പഠിക്കൂ. നീ ഓടിക്കണ നീ പഠിച്ചോ. വാ കേറിക്കോ. അതൊന്ന് പറ്റിപ്പോ എനിക്ക്. നീ സ്ലോ ആയില്ലേ? സ്ലോ ആക്കാൻ പാടില്ല ഒരിക്കലും. വണ്ടി എത്രത്തോളം സ്പീഡ് പോകുന്നു. ഇപ്പൊ ഏത് വണ്ടിയാലും സ്പീഡ് പോകുന്നതനുസരിച്ചിട്ട് കൺട്രോൾ നമുക്ക് അല്ല ഒത്തിരി പറ്റിയില്ലല്ലോ. ഇല്ല അത് ചളിയായതാടാ. എത്ര 2 ദിവസം കൂടെ 1500 കിലോമീറ്റർ അടുത്ത് റോഡി ഓട്ടം തന്നെയല്ലേ. ഓട്ടം തന്നെ എനിക്ക് പണി. നീ പോയിട്ട് റോഡും കൂടെ ഓടിക്കും. കണ്ടോ ഇവന്റെ വീണ സീന് കറക്റ്റ് ആയിട്ട് എന്റെ ചാനൽ കിട്ടിയില്ലേ. ഓക്കെ, ഞാനും ഡൂഡി മോളും ഏതായാലും ഒരു ട്രിപ്പ് അടിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി എല്ലാവരോടും
ഹെൽമെറ്റ് ഇല്ലാതെ ഒരിക്കലും വണ്ടി ഓടിക്കാൻ പാടില്ല. പക്ഷേ ഈ നമ്മൾ ഇതാണ് നിങ്ങൾ ഈ കോമ്പൗണ്ട് ഉണ്ട്, നിങ്ങൾ ഈ കോമ്പൗണ്ടിൽ ജസ്റ്റ് ഇവിടെയും കൂടെ ജസ്റ്റ് ഇതിലേക്കൂടെ ഒന്ന് മെല്ലനെ പതുക്കെ പോകുന്നത് കേട്ടോ. ഇവിടെ വണ്ടികളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഹെൽമെറ്റ് ഇടാത്തത്. ഹെൽമെറ്റ് ഇടാതെ ഒരിക്കലും റോഡിൽ വണ്ടി ഇറക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഒന്നാം കട്ടിയില്ല പോടാ. അടിപൊളിയല്ലേ? ആരെങ്കിലും മാത്രമല്ല, സീറ്റ് ചൂടാക്കാൻ പറ്റും, പാട്ട് വെക്കാൻ പറ്റും. ഇനി വേണം നമുക്ക് മ്യൂസിക് വെക്കണം, മ്യൂസിക് വെക്കാം. ഓ സോ ഗൈസ്, അങ്ങനെ ഞാനും ഡൂഡി മോളും കൂടി ഇതേ നമ്മുടെ വണ്ടിയിൽ ട്രിപ്പൊക്കെ പോയി. നമ്മളങ്ങനെ ലഡാക്കൊക്കെ പോയി. നമ്മൾ ലഡാക്കല്ലേ പോയത്? ലഡാക്ക് നമ്മളിപ്പോ പുറക്കിലും പോയിട്ട് നമുക്ക് ഞാനങ്ങനെ ക്യാൻവാസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് അൺബോക്സിനോട്. അതെന്താ എനിക്ക് അറിയാലോ ഇവിടെ അങ്ങോട്ടേക്ക് ലഡാക്കാന്നുള്ളത്, പക്ഷെ എന്നെ നല്ല വൃത്തി കാണുന്നുണ്ട് കാണുന്നത്. വീടാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ CBI വന്ന് അന്വേഷിച്ച് മനസ്സിലായത് 400 കിലോ വെയിറ്റുള്ള വണ്ടിയും 40 കിലോ വെയിറ്റുള്ള അൺബോക്സിൻ്റെ കൂടും. 400 കിലോ വെയിറ്റുള്ള വണ്ടിയും 40 കിലോ വെയിറ്റുള്ള അൺബോക്സിൻ്റെ കൂടും. അപ്പോൾ ഈ ചങ്ങാതിയുടെ കാലിന് ഏകദേശം 5 കിലോ 6 കിലോ വെയിറ്റ് ഉണ്ടോ? താങ്ങുമോ ഇത്? എടാ നിനക്കെതിരെ ട്രോളാണെങ്കിൽ കുറച്ച് പിള്ളേർക്ക് എന്തെങ്കിലും അവസരം കിട്ടിക്കൂടെ? ട്രോളന്മാരോടാണ് അടിപൊളി ഒരു ട്രോളിക്ക് വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്തോ. നല്ല ബെസ്റ്റ് ട്രോളിന് ഞാൻ എൻ്റെ ടീഷർട്ട് ഞാൻ നിങ്ങൾക്ക് ഗിവ് വരുന്നത് കേട്ടോ. ഇൻസ്റ്റയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല അടിപൊളി ട്രോൾ, ഇപ്പം വീഴുന്ന പോർഷൻ എടുത്ത് നല്ല ട്രോൾ ഇടുക. ട്രോൾ ഇട്ടിട്ട് എന്നെ മെൻഷൻ ചെയ്യുക, ഓനെ മെൻഷൻ ചെയ്യുക, ഇവിടെയും മെൻഷൻ ചെയ്തോ. എന്നിട്ട് എന്നെ മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞ ഏറ്റവും നല്ല ട്രോൾ, മികച്ച തിരഞ്ഞെടുക്കുന്ന 5 ട്രോളുകൾക്ക് ഞാൻ നല്ല അടിപൊളി ഗിവ് അവേസ് ഞാൻ നൽകുന്നതായിരിക്കും. ഓൾറെഡി ഇൻസ്റ്റയിൽ ഞാൻ ഗിവ് അവേസ് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ വണ്ടി വീഴുന്ന പോർഷൻ്റെ ട്രോളിന് സ്പെഷ്യൽ ഗിവ് അവേസ്. ഈ പറഞ്ഞൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്, കാരണം വെറുതെ പറഞ്ഞത്. ഷാക്കിർ ഭായി ഇടക്കിടക്ക് തമാശ പറയും, തമാശയാണ് ഗൈസ്. ഇങ്ങോട്ട് കാല് തെറ്റൊന്ന് വീണ് ഗൈസ്, കാല് തെറ്റൊന്ന് വീണ് വീകും. നമ്മൾ ആദ്യമായിട്ട് ഒരു വണ്ടി ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പം വീകും. വീണ് പഠിക്കണം എന്നാണ് ഷാക്കിർ ഭായി പറഞ്ഞത്. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞു, വീണ് പഠിക്കണം ശരിയാണ് അല്ലേ? അതാകുമ്പോൾ എന്താ പറയുക, ഞാൻ നേരെ പോയത്, എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നേരെ പോകണത്. പക്ഷെ ജസ്റ്റ് നിർന്നുപോയി. ഓക്കെ, ഇവര് ക്യാമറ വന്ന് നിൽക്കാന്ന് വിചാരിച്ചു, പക്ഷെ കൺട്രോൾ കിട്ടിയില്ല. ഇനി ഞാൻ ഓട്ടുമ്പോൾ എന്താ ഞാൻ പ്രോ ആയി പോയി, എനിക്ക് മനസ്സിലായി. നിർബന്ധിക്കരുത്. ഗോൾഡ് വിങ്ങിൽ നിന്ന് വീണ ആദ്യത്തെ മലയാളി അൺബോക്സിംഗ് ഡൂഡ്. സത്യം, വേറെ ആരും വീണായിട്ടില്ല. ഗോൾഡ് വിങ്ങിൽ നിന്ന് വീണ ആദ്യത്തെ മലയാളി അൺബോക്സിംഗ് ഡൂഡ്. കിടക്കട്ടെ. മുമ്പിൽ വണ്ടി ഇതേപോലെ ഇതാണ് ഹോണ്. ഹോണിന്റെ ഇടം കാണുന്നുണ്ടോ? ബൈക്കിന് ഹോൺ എപ്പോഴും ഇവിടെ ഉണ്ടാവും. ഒരാളിത് ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടോ ഇവരുടെ വ്ളോഗിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ വ്ളോഗിൽ ഒരു ഡ്രസ്സാന്ന് പറഞ്ഞിട്ട് ഈ വ്ളോഗിന് വേണ്ടിയിട്ട് പിങ്കിൽ കാണാൻ നല്ല മൊഞ്ചിനടി സ്വിച്ച് വന്നിട്ടോ, ചെറുത് സ്വിച്ചോ. അപ്പം ഇവരെ വ്ളോഗ് തുടങ്ങട്ടെ. ഓക്കെ, ആ നമ്മളപ്പോ ഒരു ഗസ്റ്റ് ഉണ്ട്. ഇന്ന് ഒരു ബഹളം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. മൊത്തം ഫണ്ണാണ് ഗൈസ്. ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അല്ലേ നിങ്ങളെ. അപ്പൊ ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് കം ഓൺ സർ, ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. ഹലോ, ഞാനും അതുപോലെ എന്റെ സബ്സ്ക്രൈബേഴ്സും. അപ്പൊ ലോകം മൊത്തം എന്താ പറയാ പാറി പറ. അപ്പൊ എന്തായാലും നമ്മുടെ ഡൂഡും ഡൂഡിയും വണ്ടിയൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ ഒരു കാര്യം പറയട്ടെ, വണ്ടി അന്നത്തെ ലെവലാണ്. ഓ, എനിക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. ഇത് ഓട്ടി നോക്കിയാ ഏതൊരു മലയാളിക്ക് ഒന്ന് വാങ്ങും, ഒന്ന് സ്വന്താക്കണം തോന്നിപ്പോ ഗൈസ്. ആരും പോയി ഓട്ടരുത്. അല്ല, ഓട്ട് കഴിയാൻ വാങ്ങാൻ തോന്നിപ്പോ സത്യം പറയാം. ഓട്ട് കഴിയുമ്പോൾ വാങ്ങാൻ തോന്നി, കാരണം നടക്കൂല, 35 കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. പക്ഷെ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട് വാങ്ങണം, കാരണം നല്ല സുഖമായിട്ട് വാങ്ങിയിട്ടൊരു ഡ്രൈവറെ വെക്കണം. എന്നിട്ട് നമ്മൾ അതിന്റെ ബാക്കിൽ എങ്ങനെ കോമഡി വിളിച്ചില്ലേ? എന്റെ വണ്ടി ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ തന്നെ ഡ്രൈവർ. എന്നോട് രണ്ടാമത്താണ് ഇങ്ങനെ പറഞ്ഞത്, എന്താ പറയുക, ജമീലും തന്നെ പറഞ്ഞു. അപ്പൊ എന്റെ വണ്ടി നീ പൈസ കണ്ടിട്ട് വണ്ടി വാങ്ങുക, വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്യും, നീ പുറകിലപ്പം ഇരിക്കാം. ഇവർക്ക് രണ്ടാൾക്കും ഒരു എക്സ്ട്രാ സീറ്റും കൂടി കൊടുക്കണം. ഇപ്പോൾ ഞങ്ങൾ അതിൽ ഒതുങ്ങിയിരുന്നു. ഓക്കെ, അപ്പം വേറെ എന്താ പറയാ, ട്രാവൽ വീഡിയോ അല്ല. ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇവരെ കാണാൻ വന്നപ്പോൾ, ഞാൻ രണ്ടാമത്തെ തവണയാണ് കാണാൻ വരുന്നത്. മുമ്പ് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തിരുന്നു. പക്ഷെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല, കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. കാരണം നമ്മൾ ഇവിടെ കാട്ടി കൂട്ടിയത് പറഞ്ഞ ഞാൻ ഇവനെ ഇന്റർവ്യൂ എടുത്തതാ.
ഭയങ്കര ഒരു കോമഡി. ഞങ്ങൾക്ക് അറിയണ്ട ഇന്റർവ്യൂ ഞാൻ ചോദിക്കണ്ടേ ഞാൻ ചോദിക്കും ഇങ്ങനെ സംഭവം. അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തില്ല. എനിക്കറിയാം അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഇഷ്ടപ്പെടില്ല. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇവന്റെ ചാനലിന്റെ തമ്പനിൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കരുത് ഇവൻ എന്തായാലും ഞാൻ വീണത് വെക്കാൻ മതിയാവും. അത് വീണതല്ല, അത് ഇറ്റ്സ് എ മിസ്റ്റേക്ക്. വീണതാണ്, ഞാൻ അതേ തമ്മിൽ വെച്ച്. അത് മല്ലു പറഞ്ഞോട് ഇവിടെ എത്തിരി വണ്ടി ചെരിക്കാൻ വേണ്ടിട്ട്. സോ അങ്ങനെ ചെരിച്ചു കൊടുത്തു. മോനെ എടാ നരകത്തിലെ വറകുള്ളിൽ നിന്ന് നന്നാക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് വീണതാണ്. എന്റെ ഓള് പറഞ്ഞ സത്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ പറയുക, ഇവന്റെ ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യും. എന്റെ സബ്സ്ക്രൈബേഴ്സിന് 2 million അടുത്ത് എനിക്ക് സബ്സ്ക്രൈബേഴ്സിന് സ്റ്റിൽ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യട്ടോ. നല്ല മക്കളാണ്, നമ്മളെ സ്വന്തം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. അവരെല്ലാവരും വളരട്ടെ അല്ലേ. വേറെന്താ പറയാ, ഇനി മുതൽ നമ്മൾ കാണാൻ പോകുന്നത് വളരെ നല്ലൊരു കാഴ്ചയായിരിക്കും. എന്ത് കാഴ്ച എന്ന് പഠിച്ചതാണ് എനിക്ക് പോലും അറിയില്ല. കാരണം നാളത്തെ എപ്പിസോഡ് ഒരു പ്ലാനും ഇല്ല കേട്ടോ. ഇന്ന് രാത്രി ഞാൻ 12 മണിക്ക് ഞാൻ ഇവിടെ നേരെ നാട്ടിലോട്ട് തിരിച്ചു പോവാണ്. പിന്നെ ആമിന എറണാകുളത്ത് എത്തിയിട്ടുണ്ട്, റിലീസ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ അതിന് രണ്ടാമത് തിരിച്ച് എറണാകുളത്തേക്ക് വരണം. പിന്നെ ആമിനാൻ എടുത്തിട്ട് റൈഡ് കേരളത്തിലൂടെ ഉണ്ടാവും. അതുപോലെ എൻ്റെ വിസ അടുത്ത രാജ്യത്തേക്ക് പോകുന്ന വിസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വിത്തിൻ 1 വീക്കിനുള്ളിൽ ആമിന റിലീസായി ഉടനെ ഞാൻ തിരിച്ചു പോകും കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻസ്റ്റയിൽ ട്രോൾ ചെയ്യാൻ മറക്കരുത്. 5 ട്രോള് വിന്നേഴ്സ് ഞാൻ 5 ടീഷർട്സ് ഇപ്പോൾ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ശരി, അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.